വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA തേർഡ് സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. സോ എക്സാം തുടങ്ങുന്നതിനേക്കാൾ മുമ്പും എക്സാം തുടങ്ങിയിട്ടും ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സംശയത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിനേക്കാൾ മുമ്പ് തന്നെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എന്നാലും സംശയം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. അപ്പോൾ കുട്ടികളുടെ ഡൗട്ട് ഇതാണ്, സപ്ലി എഴുതുന്ന സമയത്ത് MCQ വാല്യൂ ചെയ്യും എന്നുള്ളതാണ് കുട്ടികൾക്ക് അറിയേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2019 അഡ്മിഷന് ശേഷമുള്ള കുട്ടികൾക്ക് ആദ്യം എഴുതിയ എക്സാമിലെ MCQന്റെ മാർക്കാണ് പരിഗണിക്കുള്ളൂ. നിങ്ങൾ വീണ്ടും എഴുതുന്നുണ്ടെങ്കിൽ ആ മാർക്ക് കൺസിഡർ ചെയ്യില്ല. നിങ്ങൾ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇന്ന് നിങ്ങൾ 2020 അഡ്മിഷൻ മുതലുള്ള കുട്ടികളുടെ എക്സാമാണ് നടന്നത്, 2022-2023. അപ്പോൾ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ 2020 അഡ്മിഷൻ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഇന്ന് എക്സാം എഴുതി, ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് നിങ്ങൾക്കതിൽ MCQ തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളത് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ എഴുതിയാലും അത് പരിഗണിക്കില്ല. നിങ്ങൾ ആദ്യം എഴുതിയ എക്സാമിൻ്റെ MCQ മാർക്ക് ഫോർ എക്സാമ്പിൾ 15 ആണെങ്കിൽ ആ മാർക്കേ പരിഗണിക്കുള്ളൂ. നിങ്ങൾ വെറുതെ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. എഴുതിയാലും കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ഇനി 2019 അഡ്മിഷന് മുമ്പുള്ള കുട്ടികളാണെന്ന് വയ്ക്കുക, വൺ ടൈം സപ്ലിമെൻ്ററി ഒക്കെ എഴുതുന്നില്ലേ, ഇപ്പോൾ 14, 15, 16, ഇനിയിപ്പോൾ 17, 18 ഒക്കെ വരുന്നുണ്ട്. അവർക്ക് സപ്ലിമെൻ്ററി എക്സാം വരുമ്പോൾ വീണ്ടും MCQ എഴുതാൻ സാധിക്കും. ആ വീണ്ടും എഴുതുന്ന MCQ വാല്യൂ ചെയ്യും, അത് കൺസിഡർ ചെയ്യും. അപ്പോൾ 19 മുമ്പുള്ള കുട്ടികൾക്ക് സപ്ലി വരുമ്പോൾ ആ MCQs വാല്യൂ ചെയ്യും, അത് വീണ്ടും ആഡ് ചെയ്യും, പുതിയതാണ് പരിഗണിക്കുക. 19 ശേഷമുള്ള കുട്ടികൾ ആദ്യം നിങ്ങൾ ഏത് എക്സാമാണോ എഴുതുന്നത് അതിൻ്റെ MCQ ആണ് വാല്യൂ ചെയ്യുക. ഇപ്പോൾ 2020 അഡ്മിഷന് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ കുട്ടി ഇതുവരെയായിട്ട് എക്സാം എഴുതിയില്ല എന്ന് വയ്ക്കുക, പല സാഹചര്യം കൊണ്ട്. ആദ്യമായിട്ട് ഇപ്പോഴാണ് എഴുതുന്നതെങ്കിൽ ആദ്യം എഴുതുന്ന MCQ ആണ് വാല്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.